ഒരു ഗുരുനാഥനും ശിഷ്യനും തമ്മിലുള്ള ഒരു അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. രണ്ടും ഈ ജീവിതം അവസാനം വരെ കേൾക്കുമ്പോഴാണ് അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് മനസ്സിലാക്കുക. അതിനാദ്യം തുടക്കത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു. ശിക്ഷനാവണം എന്ന് വിചാരിച്ചല്ലോ ഒരാളും വേണ്ടത്. എങ്ങനെയാണ് ഒരു ആള് ശിക്ഷനാവുന്നത്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മഹാന്മാരായ ഒരു 4-5 പേരെ, അതിന്റെ ജീവിതവും ജീവചരിത്രവും അവരുടെ ആശ്രമങ്ങളൊക്കെ എനിക്കറിയുന്നതാണ്. അവർക്കൊന്നും ശിഷ്യന്മാരില്ല. അതിന്റെ ന്യായം അങ്ങനെ ശിക്ഷനായിട്ട് ഇരിക്കത്തക്ക വിധമുള്ള ഒരു സംഭവത്തിലേക്ക് അവർ നീങ്ങണ്ട. എന്റെ ആത്മകഥകൾക്ക് ഒരു വെള്ളം വരി ചിലവരെ സ്വാമിച്ചാരി പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങളും നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതൊന്ന് ചോദിച്ചു വരണ്ടേ, മിണ്ടാതിരിക്കണ്ടേ? അത് പറയണ വഴി ചിലപ്പോൾ 1 മണിക്കൂർ പറയേണ്ടി വരും. ആരെങ്കിലും ഇരിക്കുവോ? മക്കളിരിക്കുവോ? ബന്ധുക്കളിരിക്കുവോ? മൊബൈൽ ഓഫ് ചെയ്യണ്ടേ? പല പുസ്തകങ്ങളും അങ്ങനെയല്ലേ. അപ്പൊ ഗുരുനാഥൻ വരുമ്പോ ആയിരക്കണക്കിന് ശിഷ്യന്മാർ ഇങ്ങനെ തോൽപ്പെട്ട് ഒരു ശിക്ഷൻ പറയാണ്, ഇമ വെട്ടാതെ നോക്കുന്നത് ഗുരുവിനെ. കാരണം അത്രയും നേരം ഇമ വെട്ടിയ ഗുരുവിനെ കാണാൻ പറ്റില്ല. എന്നിട്ടോ ശിക്ഷണില്ല. അങ്ങനെ ഇരിക്കെ ഒരു ഗുരു ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഇയാൾ ശിക്ഷനാക്കാൻ വേണ്ടി തോന്നി. അപ്പൊ അവർ പറഞ്ഞു, നീ എന്റെ ജീവിതത്തിൽ എന്താ ചെയ്യണം? അതൊന്ന് മാറി പുതിയൊരു ടെക്നിക്ക് ആവർത്തിച്ച്. എന്താ ടെക്നിക്ക്? ഇപ്പോ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ശാരീരികമായിട്ട്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞാല് വികലാംഗന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ പ്രഭാഷണങ്ങൾ നടത്തുക. അപ്പൊ ആളുകളെ ആകർഷിക്കാൻ എനിക്കാൻ അറിയില്ല, എനിക്ക് ഒരു വിവരമില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ 3 തവണ തോറ്റ കാര്യ. പ്രഭാഷണം വന്നെങ്കിൽ നമുക്ക് മാർക്കറ്റ് കിട്ടും. തന്നെ കൊണ്ടുപോകാൻ വാഹനവുമായിട്ട് ആളുകൾ കാത്തു നിൽക്കും. ഇന്ന് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് എന്ത് പറയുന്നു? അതിനെ നല്ല ക്വാളിഫിക്കേഷൻ ആക്കി മാറ്റണം. അങ്ങനെ എത്രയോ പേരുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാ പറയുക. അല്ല, ഒരു കാര്യം ചെയ്യൂ, വേദം, ഉപനിഷത്ത് തുടങ്ങിയ ഓരോന്നൊരു തലയ്ക്കെന്ന് ഞാൻ പറയാം പഠിപ്പിച്ചു തന്നെ. ആവർത്തിച്ച് പഠിക്കുന്ന ആളും പറഞ്ഞു കൊടുക്കുന്ന ആളും അദ്വൈത ഭാവത്തിലെത്തും എന്ന് പറഞ്ഞു. അങ്ങനെ വർഷങ്ങളോളം പഠിപ്പിച്ചു. മിടുക്കനായി വേദം, ഉപനിഷത്ത്, തന്ത്ര തുടങ്ങിയ വിഷയങ്ങളിൽ ചെറുപ്പക്കാരനായ ശിഷ്യൻ മിടുക്കനായി. അങ്ങനെ ഇരിക്കെ നാട്ടുകാരൊരു സംഘടനക്കാർ പ്രഭാഷണം വെച്ചു. അവസാനം ഈ ശിഷ്യന് ഒരു സ്വീകരണം നടന്നു. ആ സ്വീകരണത്തില് വലിയ ആളുകളെന്ന് പറഞ്ഞാൽ മന്ത്രിമാരാണല്ലോ, ഗ്രാമീണ ഭാഷ പറഞ്ഞ
ഉയർന്ന ആളുകൾ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ട് ഈ പ്രഭാഷകനെ കണ്ട് ഇഷ്ടംപോലെ പ്രശംസിച്ചു. അദ്ദേഹം അത് മുഴുവൻ കേട്ടു. കേട്ടു വന്നപ്പോ ഇത് മുഴുവൻ ഈ പ്രശംസിച്ച് മുഴുവൻ ആരുടെ റെക്കാർഡിലേക്ക്. അത് ഞാൻ താങ്കളെ കേട്ടോളൂ, താങ്കളെ കുറിച്ച് ഇങ്ങനെ വലിയ സെലിബ്രിറ്റീസ് ഇങ്ങനെ പറഞ്ഞതല്ലേ. തിരിച്ച് ഗുരുനാഥനെ കാണണം. വളരെ ശ്രദ്ധിക്കണം, ഇനി പറയണം. ഗുരുനാഥ, മുക്തകണ്ഠമായുള്ള പ്രശംസയാണ് എനിക്ക് കിട്ടിയത്. ഇന്നാൾ ഇതിനെ കുറിച്ച് ഇന്നത് പറഞ്ഞു. ആ വരികൾ മുഴുവൻ പറഞ്ഞു. രണ്ടാമത്തെ ആൾ ഇങ്ങനെ പറഞ്ഞു. മൂന്നാമത്തെ ആൾ എന്നെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും നല്ല പ്രഭാഷകൻ എന്നായിരുന്നു. ഇതിങ്ങനെ ആരൊക്കെ പ്രശംസിച്ചുണ്ടോ ബാക്കി ഇതും കൂടി ഒന്ന് ദുരാതം കേൾക്കണം. ഫോൺ ഓൺ ചെയ്തു. ഇന്ന മന്ത്രി ഇതിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കേട്ടു. ഗുരു ദേഷ്യം വന്നിരിക്കുക. എന്താ ഗുരു ഒന്നും മിണ്ടാത്തത്? ഇങ്ങനെ പ്രശംസയിൽ വിടുന്നവനാണ് നീ എന്ന് ഞാൻ വിചാരിച്ചില്ല. നീ കുറെ പേര് നിന്നെ പ്രശംസിച്ചു കേൾക്കുമ്പോ ഞാൻ വരണ്ടു പോകുന്ന വിചാരിച്ച്. ആദ്യം പ്രശംസിച്ച ആരാ? മന്ത്രി. അയാൾക്ക് ഇത് പി എ എഴുതി കൊടുക്കണ്ടല്ലോ. അയാളുടെ പി എ എഴുതി കൊടുക്കും. ഓരോ വേദിയിലും പോകുമ്പോ ഇന്ന ആളാണ്, എന്താണ് ആൾ. ഇതാണ് കേൾക്കുമ്പോ അതിലൊക്കെ ഭ്രമിക്കുക. നീ എന്റെ ശിഷ്യനാണെന്ന് പറയാൻ എനിക്ക് അഭിമാനം. എത്ര നേരമായി ഞാൻ നീ പണ്ട് മുഴുവൻ കേട്ടിട്ടില്ല. ഞാൻ എത്തൊന്ന് മയങ്ങി. എത്ര നേരമായി നീ കഴിഞ്ഞിട്ട് നിനക്ക് കിട്ടിയ പ്രശംസ. ഇതിങ്ങനെ വിസ്തരിക്കുക. അഹങ്കാരം നിന്റെ കൂടുമ്പോ ഇനി അടുത്ത് നീ പറയുമ്പോ ശരിയാവില്ല. നീ അഹങ്കാരിയായിരിക്കും. ശിഷ്യൻ അത് കേട്ടങ്ങോട്ട് കാര്യം. അപ്പൊ ഗുരു വിചാരിച്ചു നീ കരയും, നിനക്കത് വേണം. ആരെങ്കിലും എന്തെങ്കിലും പൊക്കുമ്പോഴേക്ക് അവൻ അങ്ങോട്ട് സ്വയം മറക്കുകയാണ്. കരഞ്ഞു. ഗുരു ചോദിച്ചു എന്തേ നീ ഇപ്പൊ ഗുണപാഠം പഠിച്ച്? ശിഷ്യൻ പറഞ്ഞു ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ഗുരുവാണ്. വികലാംഗനായ എന്നെ വേഗം ഉപലക്ഷങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് നിനക്ക് ശാരീരികമായിട്ടുള്ള ക്ലേശം ഉണ്ടെങ്കിലും ഇന്ന രംഗത്ത് നീ മിടുക്കനാകുമ്പോ നിന്നെ വാഹനത്തിൽ കൊണ്ടുപോകാം ആരുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരുനാഥൻ. എനിക്ക് കിട്ടിയത് മുഴുവൻ ഗുരുവിനുള്ളതാണ്. എനിക്കതിൽ ഒന്നുമില്ല. അപ്പൊ എനിക്ക് കിട്ടിയ പ്രശംസ മുഴുവൻ ഞാൻ ഗുരുവിൽ സമർപ്പിക്കണ്ടേ? എനിക്ക് കിട്ടിയിട്ടുള്ള സംഖ്യ മുഴുവൻ ഒരു പാത്രത്തിലാക്കി ഞാൻ അത് മുഴുവെടുത്തിട്ട് ഗുരുവിന്റെ പാത്രത്തിൽ വെക്കുന്ന പോലെ ആ പ്രശംസകൾ ഒട്ടും ഞാൻ എടുക്കാതെ എല്ലാം ഞാൻ ഗുരുവിന് തരുകയൊക്കെ ചെയ്തത്. കഥയുടെ രണ്ടാം ഭാഗം. ഗുരു കരച്ചിൽ തുടങ്ങി. ഗുരുവിന് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. വിഷം പറഞ്ഞു അന്ന് കരയുമ്പോ എനിക്ക് വിഷമമുണ്ട്. ഞാൻ എല്ലാം അങ്ങനെയല്ലേ, ഇനി ആരുടെ എന്നെ പ്രശംസിച്ചാൽ ഞാൻ ഇവിടെ കൊണ്ടു തരില്ലേ? ഇന്നാളിങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ എന്റെ ഗുരുവാകാനുള്ള യോഗ്യത നമുക്ക്
നമ്മൾ ഇതൊന്നും മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത് എല്ലാവർക്കും പ്രഭാഷകരോ വികലാംഗം പ്രഭാഷണത്തിന് പോയോ ഒന്നും ഇവിടെ ചോദ്യമില്ല. അങ്ങനത്തെ ഗുരുശിക്ഷ ബന്ധം ഉണ്ടോ എന്നൊന്നും ചോദ്യമില്ല. ഒരു കാര്യം അറിയാതെ ആണ് നമ്മൾ പ്രതികരിക്കണം. ഞാൻ പറഞ്ഞ കഥയിലത്തെ ഗുരുവിനെ എനിക്കിഷ്ടമല്ല. ഗുരു പറഞ്ഞപ്പോ തെറ്റിയില്ലേ? നീ അതിന്റെ കാര്യം ഭ്രമിച്ചിരിക്കുകയാണോടാ ചോദിക്കുമ്പോ ഗുരുവിന് ചിലപ്പോ അസൂയുണ്ടോ? അതിൽ തോന്നുന്നു ശിഷ്യൻ തന്നെയൊക്കെ കേമനായി ഗുരുവിന് അസൂയുണ്ടോ തോന്നുന്നു. ഞാൻ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുമ്പോ ഇങ്ങനെ ഉണ്ടായി എന്നാണ് അറിയേണ്ടതെന്നപ്പോ ഗുരു കരച്ചിൽ നടത്തുന്നില്ല. പലരും ഇതുപോലെയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, കാറിന്റെ മുകളിൽ കുത്തി വരച്ചാൽ പിന്നെ അത് പെയിന്റ് അടിക്കാൻ ഭയങ്കര ചെല്ലും. അങ്ങനെ ഒരു കുട്ടി കുത്തി വരച്ചു, അച്ഛൻ തല്ലൊക്കെ കൊടുത്തു. അവനൊക്കെ ഒന്നും അറിയില്ല കുത്തി വരച്ചു. ചീത്ത പറഞ്ഞു. എന്താ എഴുതിയെന്ന് നോക്കിയപ്പോ ഐ ലവ് മൈ ഡാഡി ഇതാ എഴുതിയണവൻ. ആദ്യം ഇതറിഞ്ഞില്ല. പിന്നീടുണ്ടായി ഒരു കുട്ടി വേറൊരു കുട്ടിയെ അടിച്ചു. അവസാനം കേസായി. അച്ഛൻ കാണാൻ കൂടി അച്ഛനെ എന്നോട് പറഞ്ഞു. മറ്റോൻ അച്ഛനെ വിളിച്ചു. അപ്പൊ ഞാൻ കൊടുത്തു അടിയും. അച്ഛൻ പറയാ ഞാൻ എന്താ ഒന്നോട് പറഞ്ഞു. മറ്റുള്ളവരുടെ മനസ്സ് നാം മനസ്സിലാക്കണം. ഇവിടെ ഗുരുവിനേക്കാൾ മഹാനാണ് ശിഷ്യൻ. ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ സംഭവിക്കുന്നു.